ഇന്നലെ വീട് നിർത്തിയാണ് കേട്ടോ. ഇന്ന് ഇത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു. അമ്മ രാവിലെ വന്നു കേട്ടോ. അമ്മ ചായ മേടിക്കാൻ വേണ്ടി പോയി. എനിക്കല്ല, ഞാൻ ഇന്നലെ 10 മണിക്ക് മുന്നേ എല്ലാം കഴിച്ച് നിർത്തി കേട്ടോ. വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചു. അതിന് ശേഷം ഒന്നും കഴിച്ചുകൂടാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭക്ഷണമല്ല കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ വന്നിട്ടുണ്ട്. പക്ഷെ അമ്മ കോമഡി എന്താ വെച്ചാൽ അമ്മ രാവിലെ ഇവിടെ നിന്നിറങ്ങി ഇപ്പോൾ 7 മണിയായപ്പോൾ ഇവിടെ എത്തി. അവരിതാ ഇപ്പോൾ പുറകെ വരുന്നത്. ലിജിയൊക്കെ ലിജി ഇന്നലത്തെ ഭയങ്കര കരച്ചില്ല കേട്ടോ. എനിക്ക് അനസ്തേഷ്യ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നെനിക്ക് ഡിസ്ചാർജ് ഇല്ല, നാളെ ഉണ്ടാവുള്ളൂന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ ചെറിയ വിഷമമൊക്കെ ആയിരുന്നു എനിക്ക്. രാവിലെ അളിയനെ വിളിച്ചിട്ട് അളിയനായിട്ട് ഞാൻ രാവിലെ കുറേ വരുന്നുണ്ട്. സർജറി കയറുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കൊക്കെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വരുന്നുണ്ട്. അമ്മ ചായ കുടിക്കാനായിട്ട് പോയിട്ട് അവർ രാവിലെ ഇറങ്ങി 6:15 ബസ്സിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് രാവിലെ. അപ്പം അമ്മ ചായ അടിച്ചിട്ട് പോരട്ടാം. പിന്നെ പിള്ളേർ വരും. എനിക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. ഇന്നലെ ഭയങ്കര പെയിനായിരുന്നു രാത്രി. ഇന്നത്തോടെ പെയിൻ മാറുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. അമ്മ ചായ അടിക്കാൻ പോയില്ല കേട്ടോ. ആരെ ഓഫീസിൽ നിന്ന് വിളിച്ച് പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇന്നലെ വിളിച്ചപ്പോൾ അവർ 20,000 രൂപ 25,000 രൂപയ്ക്ക് അകത്താവുള്ളൂ പറഞ്ഞു കേട്ടോ. പക്ഷേ രാവിലെ ഇപ്പോൾ ട്രോഫി കിട്ടിയപ്പം 55,000 രൂപ ഇപ്പം അടയ്ക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഈ ഇരിപ്പ് കണ്ടോ, ഈ ഇരിപ്പ് കണ്ട് സന്തോഷിക്കുക, വേറൊന്നുമല്ല. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, ഇനി പറയുന്നില്ല, പോട്ടെ. ഞങ്ങളുടെ ഫിനാൻഷ്യർ വാവയാണ് കേട്ടോ. വാവയെ വിളിച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാക്കും വാവ. അപ്പോൾ അതാണ് പരിപാടി. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പൈസയല്ലേ ആവുള്ളൂ, രക്ഷപ്പെട്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. എത്തിയിട്ടാ അതെ ഡയപ്പറൊക്കെ ആയിട്ടാണോ വന്നേ? ഞാൻ രാവിലെ പോയിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ചു, എന്താ എന്നാ വെളിച്ചെണ്ണ ഉണ്ടോ നല്ലതമ്മ? വെളിച്ചെണ്ണ ഇല്ലല്ലേ? ഇറക്കി വെള്ളം പിടിക്കുന്നില്ലത്. അതിന് അലക്കി അത് ഇതാവണം, എന്നാലേ വെള്ളം പിടിക്കുള്ളൂ. ബില്ല് വന്നു, ഞെട്ടി തരിച്ച് 55,000. ആ വിളിച്ച് പറയാത്ത എന്താ വെച്ചാൽ ഇപ്പഴാ വന്ന. ഞങ്ങളിങ്ങനെ ഇരിക്കായിരുന്നു, മുതലാളി വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. കമ്മലോ? ഇവിടെ വെച്ചാൽ ഇവിടെ മുത്തൂറ്റുണ്ടാവില്ലേ അമ്മ? ഇന്ന് അമ്മേര് കാര്യം ജളിനായിട്ട് പോയിട്ട് ഇവിടെയാണോ വെച്ചിട്ടോ? ഈ വാവയായാലും ഒറ്റയ്ക്ക് പോകണ്ടേ? അവിടെ ആയാലും ദേവനുണ്ടോ? അവൻ ബൈക്കിൽ പോവും, ബൈക്കിൽ കൊണ്ടുപോകും. അതെപ്പോ ഒന്ന് ദേവൻ? ആ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഇന്നലെ വിളിച്ച് ചോദിച്ചു, ഇവിടുത്തെ PR വിളിച്ച് ചോദിച്ചായിരുന്നു എത്രയാവുമെന്ന്. അപ്പോൾ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ 20-ന് 25-ന് ഇടയ്ക്കാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നത് 60-ന് 70-ന് അടയ്ക്കാവും. ഇപ്പോൾ ഒരു 55,000 അടയ്ക്കാൻ പറഞ്ഞു. ഇവർ രണ്ടും കൂടെ ചർച്ച ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ അറിയാമോ? ഇവർ രണ്ടുപേരും കൂടെയാണ് എന്നെ സർജറി ചെയ്യാൻ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടാ. അതുകൊണ്ട് ഫുൾ ഉത്തരവാദിത്തം അവർക്കാണ്. പ്ലാനിങ് നടക്കുന്നുണ്ട്. എന്തോ പ്രസക്തമായ പ്ലാനിങ്ങിലാണ്. ഇന്നത് ചെയ്തേ പറ്റും. കാരണം ട്യൂബ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ ചത്താലോന്ന് വരെ വിചാരിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട് കേട്ടോ ഈ ട്യൂബ് ഇട്ടിട്ട്. കാരണം നമ്മൾ എണീറ്റ് നടന്ന അപ്പം ഈ ട്യൂബ് താഴേക്ക് നൂർന്ന് വന്നിട്ട് ഭയങ്കരമായ വേദനയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇന്നലെയൊക്കെ ബ്ലഡിങ് ആയിരുന്നു. ബ്ലീഡിങ് ആയ എന്താണെന്ന് അറിയത്തില്ല. ഇത്ര കുറച്ച് ദിവസമായിട്ട് ബ്ലീഡിങ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. 2 ആഴ്ചയായിട്ട് ബ്ലീഡിങ് ഒന്നും ഇല്ലായിരുന്നു.
ആദ്യത്തെ ഒരാഴ്ചയുള്ളത് പേടിക്കുന്നത്. പക്ഷെ ഇപ്പം എന്താ ഒന്നും അറിയത്തില്ല. വന്ന് എൻ്റെ കാല് കടയത്തിൽ കേട്ടോ ചേച്ചി. അത് കടയത്തര രാവിലെ വീട്ടിൽ നിന്ന് പോരുന്ന കേട്ടോ. ഞാൻ അനസ്തേഷ്യ എടുക്കുന്നതുകൊണ്ട് പേടി. ഇവിടെ കൊണ്ടുവെക്കാമോ? ഇവിടെ ഒന്ന് ആണോ? വാവ വിടാനോ? വാവയുടെ ഓക്കെ. ഞങ്ങൾ വാവയുടെ മാല ഇതിന് മുന്നേ വെച്ചായിരുന്നു, ഞങ്ങൾ എടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ വീണ്ടും ആ ആ വാവയ്ക്ക് അമ്മയുടെ ഓപ്പറേഷൻ ആകുമ്പോൾ എടുത്തു കൊടുത്താൽ അമ്മയുടെ ഓപ്പറേഷൻ ആവുമ്പോഴത്തേനും എടുത്തു കൊടുത്താൽ സമയമുണ്ട്. ആ ചേട്ടനെ അങ്ങോട്ട് പോകണ്ട, കട്ട് ചെയ്തേട്ടാ. അപ്പം എപ്പോൾ വിളിക്കുന്ന തരത്തിൽ പുന്തം ചെയ്ത് കഴിഞ്ഞാൽ സമാനമുണ്ട്. അത് ഈ ഉള്ളിൽ ട്യൂബ് കിടക്കുന്ന ഭയങ്കര വേദന. അപ്പോൾ ബാക്കി പുറത്തെ വിശേഷങ്ങളൊക്കെ ഇവർ കാണിക്കേട്ടോ. ഞാൻ ഇനി കഴിഞ്ഞ അന്നത്തെ പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ലിജി ഈ പ്രാവശ്യം കരഞ്ഞിട്ടില്ല കേട്ടോ. കഴിഞ്ഞ സർജറി ചെയ്തപ്പോൾ കരഞ്ഞപ്പോൾ ആരോ ലിജിന് കുറ്റം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞേട്ടാ, നീ അങ്ങ് നിർത്തടി, കുറേ അങ്ങ് അടങ്ങടി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചേട്ടാ. അന്ന് ലിജി ഭയങ്കര കരച്ചിലാണ്. കമൻറ്റ് ഉണ്ട്, ഞാൻ പിന്നെ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ലിജിയുടെ കരച്ചിലെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് വരുന്ന സങ്കടം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരുന്ന ഒരു വിഷമം കൊണ്ട് കരയുന്നതാണ് കേട്ടോ. അത് ചിരിയായാലും അങ്ങനെയാണ്. അപ്പോൾ ചിലർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇഷ്ടപ്പെടത്തില്ലെന്ന് കരുതിയിട്ട് അവളുടെ സാഹചര്യം മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ കരുതി ഡിലീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ കരുതിയിരുന്നു, ഞങ്ങളെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് കരുതി, ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് കരുതിയിരുന്നു. പക്ഷേ ഈ മാറിക്കൊണ്ട് സിസ്റ്റർ വന്നു, ഇഞ്ചക്ഷൻ തന്നു. അപ്പം അവളുടെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ആവുന്ന ഒരു എന്താ പറയുന്നത്, മനസ്സ് ഡെവലപ്പ് ആവുന്ന പ്രശ്നമൊക്കെ മാറി. ഞാൻ ഒരുപാട് വീട്ടിൽ ഇതൊക്കെ പറയാറുണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേട്ടോ. അന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടെന്നൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, ഇത് ഇവിടെ വീണ്ടും കമൻറ്റ് നോക്കി വിഷമിക്കും കേട്ടോ. അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നല്ല വേദന. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ വൺ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കട്ടോ. അല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാലാം വിടുമെന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്തായിരുന്നു. ഈ പ്രാവശ്യം ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്തില്ല, തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്യുള്ളൂ അറിയത്തില്ല. ഇനി ഒരു ദിവസം ഐ സി കിടത്തോ ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഗൈസ് ട്രോൾ എത്തിയിട്ടോ ഞാൻ പോവാണ്. ഞാൻ എത്തുവാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ നമുക്ക് കുറച്ച് കല്ല് എടുക്കാനുണ്ടായിരുന്നു. അവിടെ അല്ല, താഴെ താഴെ രണ്ടാമത്തെ രണ്ടാമത്തെ അല്ലല്ലാണ്, അല്ല ഒന്നാമത്തെ അല്ലേ. ഇല്ല, അതിലേക്ക് പോകാം. ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? അപ്പോൾ നമസ്തേ, ഞാൻ എൻ്റെ റൂമിലെത്തിയിട്ടോ. സെയിം ഡേ സർജറി ഡേ. ഫ്ലൂയിഡ് പോണു, പിന്നെ കത്തീറ്ററുണ്ട്. ഐ സി യുന്ന് എന്തായാലും മാറ്റി കേട്ടോ. കഴിഞ്ഞ ദിവസം ഐ സി യുന്ന് നെക്സ്റ്റ് ഡേ ഐ സി യുന്ന് മാറ്റി. ഇപ്രാവശ്യം ഐ സി യുന്ന് മാറ്റി. എന്തായാലും നമ്മുടെ അനസ്തേഷ്യ കഴിഞ്ഞാൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലൂയിഡ് എന്തെങ്കിലും കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ തരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഐ സി യുന്ന് മാറ്റുമല്ലോ. അമ്മയുണ്ട് കേട്ടോ.
ലിജി അളിയനും അവരൊക്കെ ഉണ്ട്, അവരെ വീട്ടിലോട്ട് പോയി. പിന്നെ എനിക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതിന് ക്ലാരിഫിക്കേഷൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്നലെ PR വിളിച്ചപ്പോൾ 25,000 ആയിരുന്നു പറഞ്ഞത്, ഇന്നപ്പോൾ 55,000 ബില്ലായെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സ്കാം എന്തെങ്കിലും തട്ടിപ്പ് എന്തെങ്കിലും ചെയ്യുന്നതാണെന്ന് വിചാരിക്കും കേട്ടോ. അതല്ല സംഭവം. നമുക്കിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡേയിൽ ചെയ്തില്ലേ, ഫസ്റ്റ് സർജറി ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്തത്. കാരണം എൻ്റെ കല്ല് ഇച്ചിരി വലുതായത് കാരണം അത് അന്ന് ഫുള്ളായിട്ട് പൊടിക്കാൻ പറ്റിയില്ല, പൊടിച്ചതിനെ ഇറക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് എന്താ പറയുന്നത് സെക്കൻഡ് സിറ്റിങ്ങിൽ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ചെയ്തത്. ഇവിടെയൊക്കെ വെച്ചാലേ നമ്മളെ ഒരു ക്രീം പോലെ തേച്ചിട്ടാണ് നമ്മൾ മൂക്കിലൂടെ ട്യൂബ് കയറ്റി വിടും കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ വരും, തൊണ്ടടി ഇവിടെ വരും. അതെന്തിനാ വെച്ചാൽ ലങ്സിലേക്ക് നേരെ ഇത് കൊടുക്കുന്ന കേട്ടോ, സപ്പോർട്ട് കൊടുക്കുന്നത്. അതിട്ടതിൻ്റെ ഇവിടെ മുറിഞ്ഞിട്ടുമുണ്ട്. ആ ക്രീം ഇതാ ഇവിടെ ഉണങ്ങിയിരിപ്പുണ്ട് കേട്ടോ, അതാണത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ അത് പൈസ ആയെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്ത പോലെ തന്നെ രണ്ടാമത് ചെയ്തത്. ആദ്യത്തെ പ്രോസസ്സിനായിരിക്കും പൈസ 60,000 രൂപ നമുക്ക് അന്നായത്. ഇപ്പം അതിന് നമ്മളിപ്പോൾ എത്ര അടച്ചമ്മ? ഇപ്പം നമ്മൾ 55 അടച്ച് മൊത്തം 65,000 രൂപ എന്നാണ് പറഞ്ഞവർ. അപ്പോൾ ചിലർക്ക് മിസ്റ്റേക്ക് ഉണ്ടാവും, ഇവർ വീണ്ടും ഇന്ന് പറഞ്ഞിട്ട് ഇത്ര ആയല്ലോ എന്ന്. അപ്പം സംഭവം അതാണ്. 20,000 രൂപ PRO പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ സ്റ്റെൻറ്റ് എടുക്കുന്നതിൻ്റെ ഒരു ദിവസം ICUവിലെ ചാർജ് എല്ലാം ഞങ്ങൾ കൂട്ടിയ 20,000 രൂപ അന്ന് ഇന്നലെ PRO പറഞ്ഞത്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞേട്ടാ. പക്ഷേ ഇപ്പം സ്റ്റെൻറ്റ് എടുക്കുമല്ല, റീലുക്ക് ചെയ്തതാണ്. ഞാൻ വിചാരിക്കുന്നത് ഡോക്ടർ അത്രയും കെയർഫുള്ളായിട്ട് അത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ മുഴുവനും കല്ല് പുറത്ത് പോകണം, പിന്നീടൊരു ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഒരു തവണ കൊണ്ട് ഇപ്പം ചെയ്തതാണ്. ഡോക്ടർ ചെയ്തപ്പോൾ ഡോക്ടറിനെ കാണാൻ വന്നായിരുന്നു കേട്ടോ ICUവിൽ. ഡോക്ടർ പറഞ്ഞ് കല്ലെല്ലാം ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റെൻറ്റ് എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ സ്റ്റെൻറ്റ് എടുത്തിട്ട് പുതിയ സ്റ്റെൻറ്റ് ഇട്ട് ഇത് 1 മാസത്തിനുള്ളിൽ എപ്പോഴേലും നമുക്ക് എടുക്കാം. അത് ഇതുപോലെ എനിക്കിപ്പോൾ ജനറൽ അനസ്തേഷ്യാണ്, അത് നടുവിന് കുത്തിയല്ല തന്നത്. അനസ്തേഷ്യ നമ്മുടെ കയ്യിൽ ഇഞ്ചക്ഷൻ പോലെ അങ്ങനെ എന്തോ തന്നതാണ്. ജനറൽ നമുക്ക് നടുവിന് കുത്തി തരുന്ന അനസ്തേഷ്യ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഗർഭിണികൾക്ക് കൊടുക്കൂലേ, അതാകുമ്പോൾ ഈ വയറ്റിന് താഴേക്ക് അരയ്ക്ക് താഴോട്ട് മാത്രമേ മരവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബോധമൊക്കെ നമുക്കുണ്ടാവും, എന്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയും, പെയിൻ അറിയില്ല ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ. അതാണ് എനിക്ക് ഇത് സ്റ്റെൻറ്റ് വരാൻ വേണ്ടി ഇനി തരാൻ പോകണം. അതാകുമ്പോൾ പെട്ടെന്ന് പ്രോസസ്സ് കഴിയും, ഇത്രയും പ്രശ്നമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തോ എനിക്ക് മെയിൻ പ്രൊസീജിയർ തന്നെ ചെയ്തുകൊണ്ടാണ് ഇത്രയും പൈസ ആയിട്ടാ. പിന്നെ പൈസ നമ്മൾ അത് അവിടുന്ന് ക്യാഷ് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ പ്രവീൺ ബ്രോ ഉണ്ടല്ലോ, പ്രവീൺ ബ്രോയെ അമ്മ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനെ വിളിച്ച് ഞങ്ങൾ പറയാറ്. അവൻ വന്നിട്ട് ക്യാഷായിട്ട് നമ്മുടെ കാനറ ബാങ്കിൻ്റെ CDM ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ CDM തുടങ്ങി. ഞങ്ങളുടെ മൺട്രോത്തുരുത്ത് പഞ്ചായത്തിൽ ഏക നാഷണലൈസ്ഡ് ബാങ്കാണ് കാനറ ബാങ്ക്. ഞങ്ങളെല്ലാവരും അതുകൊണ്ടാണ് ഞങ്ങളുടെ ആ ജംഗ്ഷനെ ബാങ്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ബാങ്ക് ജംഗ്ഷൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഞങ്ങളുടെ അവിടുത്തെ ഫസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്കും ഫസ്റ്റായിട്ട് ഫസ്റ്റ് തന്നെ അല്ല, ആകെ ഒരു ബാങ്ക് കാനറ ബാങ്കാണ്. അപ്പോൾ അവിടെ CDM വന്നു കേട്ടോ. പിന്നെ ATM വേറെ ഉണ്ട്, SBIയുടെ ATM ഉണ്ട്. SBIയുടെ ATM കാനറയുടെ ATM ഞങ്ങളുടെ മൺട്രോത്തുരുത്ത് പഞ്ചായത്തിലാകെ ഉള്ളത്. അപ്പോൾ അവിടെ കൊണ്ട് പ്രവീൺ ബ്രോ പൈസ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിലും റീഫണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയത്തില്ല, എനിക്ക് കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. ഫസ്റ്റ് റീഫണ്ട് തന്നായിരുന്നല്ലോ, ഇതിലും കൂടെ എന്തെങ്കിലും റീഫണ്ട് കിട്ടിയെന്നാൽ കൊള്ളായിരുന്നു ഇല്ലേ. ചിലപ്പോൾ ഇത്രയും തുക ആവത്തോളായിരിക്കും. എന്തായാലും ഇതൊരു ആശ്വാസം. എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഒരു 50 വട്ടം ബാത്റൂം തപ്പി നടപ്പണ്ട, നടുവേദനയുടെ പ്രശ്നമില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്ത് നന്നായി എന്നുള്ളതായി കേട്ടോ. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇനി പറയാനുള്ളത്. ഇനിയിപ്പം വിശക്കുന്നത്, കാരണം ഞാൻ ഇന്നലെ രാത്രിയിൽ ഏകദേശം ഒരു 8 മണിക്ക് മുന്നേ ഭക്ഷണം കഴിച്ചതാണ്. അത് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കാൻ മേടിച്ച്, എനിക്ക് ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാനൊരു കൊതി. കാരണം ഞാൻ ICUവിൽ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് 2 ദിവസം മുന്നേ ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് ഇരിക്കുമായിരുന്നു. കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ ICUവിൽ പോയപ്പോൾ ടോയ്ലറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കഴിക്കാതിരുന്ന അത്രയും കൂടെ നമുക്ക് ഒരു ദിവസം പിടിച്ചിരിക്കാമല്ലോ. ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞ സെയിം ഡേയിൽ തന്നെ ICUവിൽ നിന്ന് ഇറക്കുമെന്ന്.
അപ്പോൾ ഇങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഫുഡ് പൊതി മൂത്തിട്ട് ഭക്ഷണം മേടിച്ചു കേട്ടോ. ഇവിടെ ആരില്ല, ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളായിരുന്നു. ഒരു മന്തി കഴിക്കാൻ മേടിച്ചു, പക്ഷെ കഴിച്ചില്ല. കാരണം കഴിക്കാമെന്ന് വെച്ചാലേ അപ്പുറത്തെ ഒരു അപ്പച്ചനും അമ്മച്ചിയും അടുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് മന്തി കഴിച്ചാൽ ഇറച്ചിയുടെ മണമൊക്കെ അടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം അവരവിടെ അപ്പുറം ഇരിക്കുമ്പം ഒരു ബുദ്ധിമുട്ടാണ്. അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അന്നേരം. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ പറ്റിയില്ല എനിക്ക് ഭക്ഷണം. അതാണ് കാര്യം. അതുകൊണ്ട് ഇതുകൊണ്ട് നല്ല വിശപ്പ്. ഉച്ചയ്ക്ക് വൈകുന്നേരം ഞാൻ ഒരു 4 ബിസ്ക്കറ്റും ഒരു കാപ്പിയായിരുന്നു അമ്മ, 2 കാപ്പി ഉണ്ടായിരുന്നു. ഭയങ്കര ദാഹമായിരുന്നു. അത് കുടിച്ചിട്ട് ഞാൻ പിന്നെ അതിൻ്റെ 2-3 ഗ്ലാസ് വെള്ളം ഐസിൽ നിന്ന് മേടിച്ച് കുടിച്ച്, ചൂടുവെള്ളം. ഭയങ്കര ദാഹം. കാരണം വെച്ചാൽ 2 കുടിച്ചുകൊണ്ട് ഭയങ്കര ഗുണമായത്. 2 ഗ്ലാസ് ചായയും കുടിച്ച്, അല്ല കാപ്പി കുടിച്ച്, 3 ഗ്ലാസ് വെള്ളവും കുടിച്ച്, ഒരു 4-5 ബിസ്ക്കറ്റ് തിന്നാൻ എനിക്ക് മടിയാണ്. ബിസ്ക്കറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ബിസ്ക്കറ്റും കഴിച്ച് പിന്നെ അങ്ങനെയായി കേട്ടോ. ഇതാണ് എൻ്റെ സർജറി ദിവസം. അപ്പോൾ പതിവുപോലെ തന്നെ ഈ പ്രാവശ്യം ഓപ്പറേഷൻ തിയേറ്റർ എന്താ നടക്കുന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പതിവുപോലെ ഞാൻ ഇവിടുന്ന് തന്നെ ഒരു ട്രോളിയിൽ കൊണ്ടുപോകുന്നു. സിസ്റ്റർമാരെല്ലാവരും നമ്മളെ അറിയുന്നവരാണ് കേട്ടോ, നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ എന്താ പറയുന്നത്, അതിനിപ്പോൾ എന്തൊരു വാക്ക് പറയുന്നത്, അത് ഓർക്കും പറയാം വാക്ക് കേട്ടോ. ബ്ലെസ്ഡാണ് ഞാൻ. ചില കാര്യങ്ങൾ ബ്ലെസ്ഡാണെന്ന് പറയുന്ന കാര്യം എന്തറിയാം, ഇവിടെ ഈ വാർഡിൽ ഇപ്പോൾ കിടക്കുമ്പോഴും ഈ സിസ്റ്റർമാർ മാലാകന്മാരെന്നാണല്ലോ അവർ പറയണ്ടേ, ഒരു രക്ഷയില്ല, ഒടുക്കത്തെ സ്നേഹമാണ് കേട്ടോ നാട്ടിൽ. ഒടുക്കത്തെ സ്നേഹമാണ് ഇവിടെ എല്ലാ സിസ്റ്റർമാരും. അങ്ങനെ കേട്ടോ. ഇവിടെ അല്ല, ഞാൻ ശ്രീത്രയെന്ന് അറിയാൻ തുടങ്ങി കേട്ടോ സിസ്റ്റർമാരുടെ സ്നേഹം. ശ്രീത്ര ഹോസ്പിറ്റലാരും തൊട്ട് അവർ നമ്മളെ കെയർ ചെയ്യുന്ന ഒരു കെയറിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കെയറിങ്, ഇവിടെ ട്രോളിയിൽ തന്നെ കൊണ്ടുപോകുന്നു. അതെല്ലാം നമ്മളെ അറിയുന്ന സിസ്റ്റർമാർ തന്നെ കേട്ടോ. കൊണ്ടുപോയിട്ട് ഇവിടെ നേരെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി കേട്ടോ. അവിടെ നിന്ന് തന്നെ വേറെ ട്രോളിയിലോട്ട് മാറ്റി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സാറുണ്ടായിരുന്നു. സാറ് അനസ്തേഷ്യ ഡോക്ടറാണോ എന്ന് ഡൗട്ടുണ്ട്. 2 അനസ്തേഷ്യ ഉണ്ട്, ഒരു സീനിയർ ഡോക്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും ഒരു വേറൊരു കാര്യം കൂടെ തോന്നില്ല, ഇവിടുത്തെ ഒരു അനസ്തേഷ്യ ഡോക്ടർ ഉണ്ട്. അത് പ്രശ്നമില്ലമ്മ. ഇവിടുത്തെ ഒരു അനസ്തേഷ്യ ഡോക്ടറുണ്ട്, ഇച്ചിരി സീനിയറായിട്ടുള്ള ഡോക്ടറാണ്. അപ്പം നമ്മൾ അനസ്തേഷ്യ തരുമ്പോഴേ ആ ഒരു എന്താ പറയുക, ആ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ടിട്ടാണെന്നുണ്ട് ഭയങ്കര സ്നേഹം, ഒരു രക്ഷയില്ലാത്ത സ്നേഹം, എല്ലായിടത്തും സ്നേഹം മാത്രം. അപ്പോൾ ആ സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ വേറെ ഡോക്ടറായിട്ടോ. വേറെ ഡോക്ടർ ആദ്യം എന്നിട്ട് ഡോക്ടറാണോ നേഴ്സാണോ ചേട്ടൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ കാണാറുണ്ട്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയണം. എനിക്ക് അത്യം പേടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ വളരെ ട്രസ്റ്റ് ചെയ്യുന്നൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ മെഡിക്കൽ സയൻസാണ്. ഏറ്റവും ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യം മെഡിക്കൽ സയൻസ് ഭയങ്കരമായിട്ട് വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയില്ല കേട്ടോ. എനിക്കിപ്പം അനസ്തേഷ്യ വന്ന എന്തെങ്കിലും ഇടയ്ക്ക് അപകടം പറ്റിയാൽ പോലും പറ്റില്ലെങ്കിലും പറ്റാറില്ല, അപകടം പറ്റില്ല. പക്ഷെ എന്നപ്പോൾ ഞാൻ മെഡിക്കൽ സയൻസ് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു കേട്ടോ, വിശ്വസിക്കുന്നവരെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ സർജറി ആണെന്ന് പറഞ്ഞിട്ട് പേടിയൊന്നുമില്ല. ഇവരൊക്കെ സർജറി എന്ന് പറയുമ്പോൾ അമ്മയും ലിജിയൊക്കെ ഭയങ്കരമായ സങ്കടവും കരച്ചിലും ഇതൊക്കെയാണ് കേട്ടോ. ഞാനിത് അഹങ്കാരം ഒന്നും പറയുന്നതല്ല കേട്ടോ, അഹങ്കാരം അങ്ങനെ വിചാരിക്കില്ല. ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഉള്ള പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആരും പേടിക്കാതിരിക്കാണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് വേറെ ട്രോളിൽ കയറുന്നു. വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറിയിട്ട് വേറെ ട്രോളിയിലൊക്കെ കയറി കിടക്കുന്നത്. അപ്പം മറ്റേ മേളിൽ 5 ലൈറ്റൊക്കെ ഉള്ള മറ്റേ സെൻട്രൽ പിടിക്കുന്ന സാധനം, ആ സാധനം വന്ന് ഇരിക്കുന്നു. ആ സാധനം പിടിച്ചിങ്ങനെ വെക്കുന്നു. നോക്കുമ്പോൾ ഫ്രണ്ട് റൂഫെല്ലാം സ്റ്റെറിലൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ റൂഫാണ് മൊത്തം. സ്റ്റീൽ കൊണ്ട് ചെയ്തേക്കും മുകളിലൊക്കെ. അതാണ് ഓപ്പറേഷൻ തിയേറ്റർ, അതൊരു സെറ്റപ്പ്. പിന്നെ എല്ലാവരും പതിപോലെ പച്ച ഡ്രസ്സ്, പച്ചയാണോ നീലയാണോ, കുറച്ചൊരു പച്ച കുറച്ച് നീലയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഓരോ ഹോസ്പിറ്റലിൽ വ്യത്യാസമായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ അത് അപ്പം അമ്മ പറഞ്ഞില്ല, സീനിയർ ഡോക്ടർ അനസ്തേഷ്യ ഡോക്ടർ ചോദിച്ചാൽ ഞാനൊരു ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കുവാണേ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഘടിപ്പിച്ച് കുറച്ച് പാടൊക്കെ കുറച്ച് വേദനയൊക്കെ വരും. ഒരു വലിയ സൂചിയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് അമ്മ ഇവിടെ നിന്ന് എൻ്റെ കഥ കേട്ടിട്ട് മടുത്ത് അമ്മ ഇറങ്ങിപ്പോയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ സി കിടക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് സന്തോഷം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞ് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. സീറ്റായി ചെറിയൊരു മയക്കം വരുമെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഈ കൈ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇതിനകത്ത് BP അപ്പാരറ്റസൊക്കെ കെട്ടി വെച്ച് മറ്റേ മോണിറ്ററൊക്കെ സൈഡിൽ മോണിറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ മുകളിലോട്ട് നോക്കിയതാണ് എൻ്റെ ഓർമ്മ. മുകളിൽ നോക്കി, പിന്നെ തട്ടി വിളിച്ചിട്ട് എണീക്ക് ഇതെൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് അത്രയും ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ല. അച്ഛനോട് ഉണ്ടെന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ഉറക്കമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പം ഐസിനകത്താണ്. അപ്പം അതുപോലെ നമ്മുടെ സിസ്റ്റർ സോജി എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററെ കണ്ടായിരുന്നു. ആ സിസ്റ്റർ ആ സമയത്തുണ്ടായിരുന്നു. അപ്പം എനിക്ക് അത്ര ഓർമ്മയില്ലാത്ത സിസ്റ്ററോട് സംസാരിക്കാൻ പറ്റിയ സിസ്റ്ററും തിരക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഇറങ്ങാൻ നേരത്ത് സബീന എന്ന് പറഞ്ഞ സിസ്റ്ററായിരുന്നു ഹെഡ്. പിന്നെ കുറച്ച് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന പിള്ളേരുണ്ടായിരുന്നു. ഒരു ഇടുക്കി തൊടുപുഴ ഉള്ളതും കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ഉള്ളതും പിന്നെ തൃശ്ശൂരുള്ളതും തൃശ്ശൂർ പുല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ള ഒരു ബ്രദറൊക്കെ ഉണ്ടായിരുന്നു, സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരെ കണ്ട് കുറച്ച് പേര് അവിടെ കിടന്നു. പിന്നെ അതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരനായ സാംകുട്ടി അച്ചായനെ അതിനകത്ത് വെച്ച് പരിചയപ്പെട്ടു. കൂടാതെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഷിബിനും ഷെറിനും അവരുടെ പപ്പയാണ് സാമ്. അവിടെ കിടന്നിങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മൺറോത്തുരുത്തിൻ്റെ പഴയ കാലത്തിലെ ചരിത്രങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നു. സമയങ്ങൾ ഒരുപാട് പോയി. ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ ഒരു വ്യക്തിനെ മൺറോത്തുരുത്തിൽ പുതിയൊരു സുഹൃത്തിനെ പോലെ പരിചയപ്പെടാൻ പറ്റി. അച്ചായൻ നാട്ടിൽ വരുമ്പം ഇപ്പോൾ അപ്പുറത്തെ മുറിയിലൂടെ ഉണ്ട്. നാട്ടിൽ വരുമ്പോൾ ഒന്നുകൂടെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. പുതിയ സുഹൃത്തുക്കൾ ഓരോ ദിവസവും ഓരോ മനുഷ്യരെ നമ്മുടെ കോണ്ടാക്ട് ബുക്കിലേക്ക് ചേർക്കണം. മനസ്സിൻ്റെ കോണ്ടാക്ട് ബുക്കിലേക്ക് കേട്ടോ. പരമാവധി എത്രത്തോളം മനുഷ്യരുമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റും. അത് മാത്രമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വാല്യുബിളായിട്ടൊരു സാധനം നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും പരിചയപ്പെടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ഇതൊക്കെയാണ് കേട്ടോ സംഭവങ്ങൾ. സാങ്കുട്ടിച്ചാനായിട്ട് പരിചയപ്പെടാൻ പറ്റി. അതാണ് ഏറ്റവും വലിയത്. അങ്ങനെ ഒരാൾ. പിന്നെ പുതിയ സിസ്റ്റർമാർ കുറേ പേരായിട്ട് പരിചയപ്പെടാൻ പറ്റി. ഇവിടെയാണെങ്കിൽ പിന്നെ പ്രധാനപ്പെട്ടായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് നമ്മളവിടെ കാണാൻ രജനി എന്ന് പറയുന്ന ചേച്ചി കുറച്ച് ഫുഡൊക്കെ ആയിട്ട് ആദ്യ സമയങ്ങളിൽ കേട്ടോ കുറേ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കോണ്ടാക്ട് വേണ്ടിയത് നമ്മൾ ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രജനി ചേച്ചി അന്ന് പോലെയുള്ള കോണ്ടാക്റ്റാണ് ചേച്ചിയായിട്ട്. ചേച്ചി ഇന്ന് ഞങ്ങളെ കാണാൻ വന്ന് കുറച്ച് പല ഇതൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ആ ചേച്ചിക്കും ചെറിയൊരു സർജറിയൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ സർജറി കയറി കഴിഞ്ഞാൽ തന്നെ ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേച്ചി നമ്മളെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. അതിൽ ഒരുപാട് സന്തോഷം. ചേച്ചി കാണാൻ വന്നു. അത്രയും റിസ്ക് എടുത്ത് ഇവിടെ വരെ കാണാൻ വന്നു. ഞാൻ വരണ്ടെന്ന് പറഞ്ഞായിരുന്നു, വയ്യാണ്ടിരിക്കുകയല്ലേ. പക്ഷേ ചേച്ചി നിർബന്ധമായിട്ട് ഇനിയിപ്പം ഉടനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാണാൻ വന്ന്. ഞാൻ കണ്ടില്ല, ലിജി അമ്മ എല്ലാവരും കണ്ട്. രജനി ചേച്ചി കേട്ടോ, പട്ടത്തുള്ള രജനി ചേച്ചി. അപ്പോൾ അതൊരു സന്തോഷം. ഈ കൂട്ടത്തിൽ നമുക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, സഹായിച്ചു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ആരെങ്കിലും വിട്ടുപോയിട്ടില്ലെങ്കിൽ ദയവായി ക്ഷമിക്കുക. ചെറിയ ഓർമ്മ പ്രശ്നമുണ്ട്. കാരണം ഇന്ന് അനസ്തേഷ്യ ആയിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്തുകൊണ്ടിരിക്കുക. ഇറങ്ങി ഉടനെ ഞാൻ വിളിച്ചത് സൈത്തിനെയാണ് കേട്ടോ. എന്നെ ഈ സർജറി ചെയ്യാൻ നിർബന്ധിക്കുകയും എന്നെ ഒരു സഹോദരനെ പോലെ ഇതിനെ നിർബന്ധിപ്പിക്കുകയും സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സൈത്തും എല്ലാവരും കേട്ടോ ഇതിൽ ഇടപെട്ട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും നന്ദി കേട്ടോ ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ഇപ്പം സർജറിയാണെന്ന് പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ പ്രാവശ്യം സർജറി അപ്പോൾ എല്ലാവരും അറിയിച്ചായിരുന്നു കേട്ടോ. എല്ലാവരോടും പറഞ്ഞായിരുന്നു കേട്ടോ. മിക്കവരോടും ഞാൻ അറിയുന്നവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടായത്. ഇന്നിപ്പോൾ സർജറി ചിലരോട് പറയാൻ വിട്ടുപോയി. സംഭവം ഇതാണ്. കാരണം ഞാൻ എമർജൻസി ആയിട്ട് ഇന്നലെ വന്ന് ബ്ലീഡിങ് ആയിട്ട് വന്നാൽ പിന്നെ എനിക്ക് ബ്ലീഡിങ് വേദനയായിട്ട് വന്ന കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഇന്നലെ ഫുഡ് കഴിക്കാതിരുന്നതിൻ്റെ മറ്റൊരു കാരണമെന്ന് വെച്ചാലും ബ്ലീഡിങ്ങും വേദനയും കൊണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് എണീറ്റിരിക്കുമ്പോൾ വേദനയായിരുന്നു അല്ലേ, ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവരും നന്ദി, താങ്ക്സ് എല്ലാം അറിയിക്കുന്നു. ഇനി എനിക്ക് ലിജീനെ വിളിക്കണം കേട്ടോ. ലിജിനെ വിളിച്ചിട്ട് ലിജി ഫോൺ എടുത്തില്ല. സൈത്തിനെ വിളിച്ചിട്ട് ലിജി വിളിച്ചിട്ട് വാവയെ വിളിച്ചു. രാവിലെ ഈ പറയുന്ന കണക്ക് ഞാൻ അച്ഛൻ ഇന്നലെ വന്നില്ലല്ലോ ഇവിടെ. അച്ഛൻ രാവിലെ എന്നെ വിളിച്ചേക്കുന്നു എങ്ങനെ ഉണ്ടെന്നറിയാൻ, വേദന ഉണ്ടോയെന്നറിയാൻ. അതാണ് അച്ഛൻ, മനസ്സിലായില്ലേ? അതാണ് അച്ഛൻ രാവിലെ എന്നെ വിളിച്ച്. കാരണം ആ അച്ഛന് എനിക്കെങ്ങനെ ഉണ്ടെന്നുള്ള വിഷമം, സങ്കടം ഉള്ളിൽ, ഞാൻ എന്തെടുക്കുക എന്നുള്ള ടെൻഷൻ അടിച്ചപ്പോൾ അച്ഛനെ രാവിലെ വിളിച്ചു. അതാണ് അച്ഛൻ. നമ്മൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് അളിയനും പെങ്ങൾ രാവിലെ വിളിച്ചു. ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചിട്ട് നമുക്ക് വയ്യാണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് പേര് നമ്മളിതൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നുള്ള ഓർക്കുമ്പോഴേ ഓരോരുത്തർക്ക് നമ്മളോട് സ്നേഹവും ഒക്കെ തരുമ്പോഴേ നമ്മളിതിനെ എങ്ങനെ എത്രത്തോളം തിരിച്ചു കൊടുക്കാനുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു എല്ലാവർക്കും കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു
സന്തോഷത്തോടൊപ്പം ഒരു സങ്കട നിമിഷങ്ങൾ കൂടിയൊക്കെയാണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് തിരിച്ചു വന്നു. പ്രാർത്ഥിച്ചവർക്കും കുപ്പം നിന്നവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കത്തീഡ്രൽ കിടക്കുമ്പോൾ ഇഞ്ചക്ഷൻ കിടക്കുന്നു. ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ തരും. ഇഞ്ചക്ഷൻ തരുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ കഞ്ഞി കുടിക്കണം കുറച്ച് കഴിയുമ്പം. അമ്മ തരുന്നുണ്ട്. അമ്മയ്ക്ക് ഇനി ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അമ്മയോടെങ്കിലും അമ്മ ചില്ല് ചെയ്യട്ടെ, എൻജോയ് ചെയ്യട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അതുകൊണ്ട് അമ്മ കഞ്ഞി കുടിക്കത്തുള്ളൂ, വേറെ ഒന്നും കഴിക്കത്തില്ല. പുറത്ത് അങ്ങനെ അധികം ഇപ്പം കഴിക്കട്ടോ, ഫുഡൊക്കെ കഴിക്കും എന്നാലും. അപ്പോൾ നമ്മുടെ ലിജി കൊച്ചിനെ ഒന്ന് വിളിക്കട്ടെ, വിളിച്ചില്ല കേട്ടോ. ഉറക്കമാകാൻ സാധ്യത. ഇവിടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ അകത്ത് കയറിയപ്പോഴും എനിക്കറിയാം അവൾ വളരെ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തുമെന്ന്. അവൾക്ക് പലരും അവളെ കുറ്റപ്പെടുത്താറുണ്ട്. അവൾ ചൈൽഡിഷാണ്, കരയുന്ന ആളാണ്, അവളെ കൊണ്ടുവന്നതിന് എന്ന് വെച്ചാൽ ലിജി തിരിച്ചു വരാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അതല്ല, ഞാൻ അറിയുന്നൊരു ലിജിയുണ്ട്, നിങ്ങൾക്ക് പുറത്തായിട്ട് കാണാൻ പറ്റാത്തൊരു ലിജിയുണ്ട് അല്ലേ വാ, ആർക്കും അറിയാത്തൊരു ലിജിയുണ്ട്. അതായത് എല്ലാം വളരെ ഇപ്പം പലരും ഞാൻ ലിജി എടുത്ത് ചില വീഡിയോകളിലൊക്കെ പറയും ലിജിയായിട്ട് പൈസ സൂക്ഷിക്കുന്നതല്ലേ. സത്യമാണ്. ഞാൻ ഇല്ല മാം, എന്താവശ്യം സാധിക്കുക നമ്മൾ അവളത് ആലോചിച്ച് ചെയ്യും കൃത്യമായിട്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പൈസ കൈകാര്യം ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ ഞെട്ടലുണ്ടാക്കും, ചിലർക്ക് അറിയാം ലിജിയാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ആൾ ലിജിയാണ്. നിങ്ങളൊക്കെ പലരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളും ഞാൻ പറയുന്നില്ല കേട്ടോ. ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ലിജി ഭയങ്കര ചൈൽഡിഷ് ക്യാരക്ടറൊക്കെ ആണെന്നൊക്കെ. പക്ഷെ അതല്ല, അത് അവളുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് മാറാൻ കുറച്ച് സമയമെടുക്കും. ഇന്നിപ്പോൾ എൻ്റെ സർജറിക്ക് ഒറ്റയടിക്ക് 55,000 വേണമെന്ന് പറഞ്ഞാൽ അത് റോൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് പൈസ ആശുപത്രിയിൽ അടച്ച് ഇല്ലേ മേ, അതിൻ്റെ ബില്ല് മേടിച്ചാൽ അവൾ ഇവിടുന്ന് പോയത്. ഫോണ് മെമ്മറി തീർന്നു കേട്ടോ ഫോണിൻ്റെ. അപ്പോൾ എട്ടാ തുടയ്ക്കാൻ നോക്കിയാൽ. അപ്പോൾ അതാ പറഞ്ഞത്, ലിജി അതെല്ലാം കറക്റ്റ് ചെയ്ത് അരമണിക്കൂർ കൊണ്ട് കറക്റ്റ് ചെയ്ത് പല സോഴ്സ് കാര്യം നോക്കണം. എന്നാലും അവളത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യട്ടോ. അങ്ങനെ കയ്യെ പിടിക്കാം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പ്രാപ്തിയുള്ള ഒരാളാണ് കേട്ടോ. നടക്കാനായിട്ട് ബുദ്ധിമുട്ട്, അതെന്തോണോ നമുക്ക് എന്തിനൊരു തടസ്സം എവിടെയെങ്കിലും ഉണ്ടാവില്ല. ഇതിൻ്റെ തടസ്സം മാറാനുള്ള ലൂപ്പ് ഹോൾ ഞാൻ തന്നെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് മെമ്മറി ഇടയ്ക്കിടയ്ക്ക് തീർന്നു കേട്ടോ. ഞാൻ പഴയ വീഡിയോയിലൊക്കെ ഡിലീറ്റ് ചെയ്ത് അടുക്കുന്ന കേട്ടോ. ഇവിടെ പിന്നെ ഇപ്പോൾ പോകണ്ടോ, ഇപ്പോൾ പോകണ്ട എവിടെയും വാ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീട്ടിൽ പറയാം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്താ വെച്ചാൽ ഈ കൈ അനക്കുന്നതുകൊണ്ട് അമ്മയോട് പറയാം കൈ അനക്കാതിരിക്കാം. ഇതിപ്പോൾ എങ്ങനെയായാലും താഴോട്ട് ഇത് ബ്ലഡ് സാധനം പോകുന്ന എനിക്ക് തോന്നുന്നു. പോവും, കല്യാണക്കാലല്ല. ഇതിപ്പോൾ അങ്ങ് തീരത്തില്ല. കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അടുത്ത വീട്ടിൽ പറയാം കേട്ടോ. എല്ലാവരും ഒരുമിച്ച് വന്നാൽ തീരില്ലല്ലോ. അങ്ങനെ രാവിലെ എണീറ്റ് കേട്ടോ, ചായ കുടിച്ചു. പിന്നെ വളരെ സന്തോഷമുള്ള കാര്യം, കത്തീഡ്രൽ മാറി കേട്ടോ. കത്തീഡ്രൽ മാറിയപ്പോൾ തന്നെ ആശ്വാസം. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇന്നലെ ഫിഫ മാച്ച് ഉണ്ടായിരുന്നു, ബ്രസീൽ മൊറോക്കോ മാച്ച് ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടു, 3:30 ആയപ്പം അത് കണ്ടു. പിന്നെ തീരെ ഉറങ്ങിയില്ല കേട്ടോ. തീരെ ഉറങ്ങിയില്ല, ഒരു മണിക്കൂർ ഉറങ്ങാൻ കിടന്ന് രണ്ട് മണിക്കടുത്ത് എണീറ്റ് കേട്ടോ. പിന്നെ ഉറങ്ങിയില്ല. ഉറങ്ങാൻ പറ്റില്ല. കത്തീഡ്രൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഇറിറ്റേഷൻ, ബുദ്ധിമുട്ട്, വേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇപ്പം സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് ഇട്ടിട്ടുണ്ട്. ഫ്ലൂയിഡ് ഇട്ട കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. മോളുണ്ട്. പിന്നെ ഡിസ്ചാർജ് ആകുമായിരിക്കും. ഇന്ന് ഡിസ്ചാർജ് നേരെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. പിന്നെ 1 മാസം കൂടെ സ്റ്റെൻറ്റ് ഇട്ടേക്കാം കേട്ടോ. സ്റ്റെൻറ്റ് ഇട്ടേക്കുന്ന കാരണം നമുക്ക് പഴയപടി തന്നെ റെസ്റ്റ് എടുക്കേണ്ടി വരും. പക്ഷേ എന്തായാലും നല്ലൊരു റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ ബ്ലഡൊക്കെ ബ്ലീഡിങ് വന്നിട്ട് നല്ല ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വേദനയൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതും ശരിയാക്കണം. പിന്നെന്താ, ഇന്ന് ഡിസ്ചാർജ് ആവും. അളിയൻ വണ്ടിയിൽ ഓട്ടം പോയേക്കും. അതുകൊണ്ട് അളിയൻ്റെ അനിയൻ രതീഷ് അളിയൻ വരും കേട്ടോ. ചിലരൊക്കെ വീട്ടിൽ ചോദിക്കാറുണ്ട് രതീഷ് അളിയൻ കാണിച്ചിട്ടുണ്ടോ. ഇന്ന് വരികയാണെങ്കിൽ രതീഷ് അളിയൻ കാണിക്കാം. പിന്നെ ഫുഡ് മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കുക കേട്ടോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്ത് ഫുഡ് വേണം. ഞാനിപ്പോൾ കഞ്ഞിയെ കുടിക്കാമെന്ന് കരുത്. ഇന്നലെ രാത്രി കഞ്ഞി കുടിച്ചേട്ടോ. നല്ല സൂപ്പർ കഞ്ഞിയും പയറും പപ്പടവും പിന്നെ ഒരു അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ. നാരങ്ങ അച്ചാറും ചമ്മന്തി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഹോട്ടലിൽ മേടിച്ച് കൊള്ളാം. നല്ല വിശപ്പാണ്. ഇപ്പം എന്താ അറിയത്തില്ല, ഈ അസുഖം വന്നതിന് ശേഷം ഭയങ്കര വിശപ്പാണ്. ഈ കൊച്ച് രാവിലെ വിളിച്ചായിരുന്നു, ചെറിയ കരച്ചിലൊക്കെ കാണാത്തതുണ്ട്.
അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ഈ ഫ്ലൂയിഡൊന്ന് തീർന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. നല്ല വിശപ്പ്. കാരണം ഇന്നലെയൊക്കെ അനങ്ങാൻ വയ്യായിരുന്നു. ഇന്നലത്തെ ഒരവസ്ഥ രാത്രിയിലൊരു സംശയിക്കുമ്പോഴാണ് ഈ ട്യൂബിൽ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് അറിയാത്തവരുണ്ടാകും, കൂടുതൽ അറിയുന്നവരായിരിക്കും. പക്ഷേ ആരും അറിയത്തില്ലെങ്കിൽ പറയാണ്ട് കത്തീഡ്രൽ എന്ന് വെച്ചാൽ നമ്മുടെ യൂറിൻ ട്യൂബ് കേട്ടോ. യൂറിൻ ബാഗ് കണ്ടിട്ടില്ല, ചില ആൾക്കാർ യൂറിൻ ബാഗ് തൂക്കിപ്പിടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇതായിട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു വെള്ളം കുടിച്ച് നല്ലൊരു മൂത്രം പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അതിട്ടിരുന്നതാണ്. ഇത് രാവിലെ പിന്നെ അത് അഴിച്ചു മാറ്റി. പിന്നെ ഞാൻ തന്നെ വാഷ്റൂമിലൊക്കെ പോയി വന്ന് ബ്രഷൊക്കെ ചെയ്തു. ഇങ്ങനെ കിടക്കുന്നു കേട്ടോ. ഫുഡ് കഴിക്കാം. ഫുഡ് ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും എനിക്ക് നല്ല വിശപ്പാണ് കേട്ടോ. എന്ന് പറയാൻ മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണോ എന്തോ അറിയത്തില്ല, ഫുഡിനോട് ഒരു വെപ്രാണമാണ് കേട്ടോ. ഈ കല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒട്ടും ഫുഡ് കഴിക്കത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആയതിനു ശേഷം വീട്ടിൽ വെറുതെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കുന്നത്. അതാണ് കാര്യം. ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ കേട്ടോ. എല്ലാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അളിയനെ രതീഷളിനെ വിളിക്കാമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പം പെട്ടെന്ന് ഇതൊക്കെ ആയസ്ഥിതിക്ക് നമുക്ക് ഇനി ഇവിടുത്തെ ഒരു വണ്ടി വിളിച്ചങ്ങ് പോകാമെന്ന് കരുതി. 2 പ്ലാൻ ഇട്ട്. ചിലപ്പോൾ രതീഷളിനെ വിളിച്ചിട്ട് പിന്നെ രതീഷളിയൻ ജോലിക്കൊക്കെ പോയിട്ട് ഇന്നലെ നൈറ്റ് വന്നതാണല്ലോ അവർക്ക് കേട്ടോ. രതീഷളിയൻ ഇവിടെ തമിഴ്നാട്ടിലാണ്, ISRO ഇല്ല കേട്ടോ. പിന്നെ അളിയൻ വന്നിട്ട് പിന്നെ പാടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ കാപ്പി മേടിച്ച് പോയി. എനിക്ക് വേണ്ട, മധുരമൊക്കെ കഴിച്ചാലേ കുറച്ച് കാലത്തേക്ക് മധുരം കഴിക്കണ്ട. മുറിവൊക്കെ ഉണങ്ങാനൊക്കെ മധുരം കഴിക്കാതിരിക്കുന്നതല്ല നല്ലത്. അപ്പം അങ്ങനെ പോകാമെന്നിരുന്ന് ഇനി ബില്ല് എന്തുവാണെന്നുള്ള അറിയണം. അതിനുവേണ്ടി പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അമ്മ പറയുന്നത് അത്ര ആവില്ല എന്ന് പറയുന്നത്, ഇനി പൈസ ആവില്ല എന്ന്. എന്തായാലും നമുക്ക് നോക്കിയിട്ട് പറയാം. പിന്നെ ഡോക്ടർ നല്ല കോൺഫിഡൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എപ്പോഴേലും 1 മാസം കഴിഞ്ഞിട്ട് അല്ല 1 മാസത്തിനുള്ളിൽ എപ്പോഴേലും ആ സ്റ്റെൻഡിങ് എടുക്കാം. അതുവരെ യൂറിനൊക്കെ നല്ല രീതിയിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ബില്ല് വന്നു കേട്ടോ. ഇനി 2790 കൊണ്ട് അടച്ചാൽ മതി. നമ്മൾ 55 അടച്ചാൽ കേട്ടോ. അപ്പം ഞാൻ നടന്നു വരുന്നത് അറിയാം, ക്യാഷ് കയ്യിലില്ല കേട്ടോ. അമ്മയ്ക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് പൈസ അടയ്ക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. എന്നിട്ട് പയ്യെ ഇരുന്നിരുന്നങ്ങ് റൂമിൽ പോകാമെന്ന് കരുതി. എപ്പോഴെങ്കിലും അടച്ചില്ലെങ്കിൽ ഇന്നങ്ങ് വീട്ടിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ 1 മണിയാകുമ്പോൾ പോകുന്നു. രാവിലെ 9 മണിക്ക് ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഈ കുർബാന പള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ സിസ്റ്റർമാരൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഹെഡൊക്കെ. അപ്പോൾ അവരൊക്കെ എന്നിട്ട് ബില്ലൊക്കെ റെഡിയാക്കാൻ അതിൻ്റെ ടൈം എടുക്കും. അതാ അപ്പോൾ ഇത്ര നേരം താമസിച്ചേ. അപ്പോൾ എത്രയും പെട്ടെന്ന് പൈസ അടച്ചിട്ട് വീട്ടിൽ പോയിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നത് ഞാൻ. അങ്ങനെ നമ്മുടെ പ്രവീൺ ബ്രോ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലെത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് ഡോക്ടർ എൻ്റെ സ്റ്റോൺ ഇട്ട് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റോൺ കേട്ടോ. ഇതാണ് ആ ഒരു ലേസർ വഴി അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് പുറത്തെടുത്തത്. വലിയ പാടായിരുന്നു. 2 തവണയായിട്ടാണല്ലോ ചെയ്തത്. അപ്പം ഒരുപാട് കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു വേദനയ്ക്ക് വിരാമം വിട്ട് ആ സ്റ്റോണിനെ പുറത്തെടുത്തു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കൂടെ ഇന്ന് സഹായിച്ച പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു വിഷ്വല്. ഇപ്പോൾ കാണുമ്പോഴാണ് എത്രത്തോളം അതിൻ്റെ കിഡ്നിയിൽ ഡോക്ടർ പറഞ്ഞു ഈ മാനിൻ്റെയൊക്കെ കൊമ്പ് പോലെ ഉള്ളിലേക്ക് കയറിയിരുന്ന. അപ്പോൾ പകുതി നേരത്തെ കട്ട് ചെയ്തു, ഉള്ളിലേക്ക് ഇരുന്നതാണ് ഇപ്പോൾ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.